ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി രാവിലെ ഗ്രീനിലാണ് ഓപ്പൺ ചെയ്തെങ്കിലും പിന്നീടുള്ള മൂവ്മെൻറ്റിൽ 93 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 23,603 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്നാൽ 39 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി 53,82 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 680 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 53,501 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 52 പോയിൻറ്റ് കുറഞ്ഞപ്പോൾ 17,057 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.17 സെൻസെക്സ് ഇന്നും 213 പോയിൻറ്റ് ഇടിഞ്ഞ് 78,058 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 2,722 കോടി രൂപയ്ക്ക് DI ഇന്ന് ബൈ ചെയ്തപ്പോൾ FII ഇന്ന് 3,550 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. FII ഒരു ദിവസം മാത്രമേ വളരെ നാളിന് ശേഷം നെറ്റ് ബൈ നടത്തിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും സെല്ലിലോട്ടാണ് നിൽക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിപ്ല ഇന്ന് 2.51% റാലി നടത്തി. അദാനി പോർട്സ് 1.90%, ITC ഹോട്ടൽസ് 1.77%, ഡോക്ടർ റെഡ്ഡി 1.01%, HDFC ലൈഫ് 0.98%, ടെക്കാം 0.96%, ഇൻഫി 0.88%, ആക്സിസ് ബാങ്ക് 0.80%, ബ്രിട്ടാനിയ 0.74% ആൻഡ് BPCL 0.67% ഗെയിൻ ഉണ്ടായി. എന്നാൽ ലോസസ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇന്ന് നല്ലൊരു ഇടിവാളിലേക്കാണ് പോയത്. ട്രെൻഡിൻ്റെ റിസൾട്ട് ഇന്ന് വന്നപ്പോൾ 34% പ്രോഫിറ്റ് അവർ ഇയർ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും ട്രെൻഡ് ഇന്ന് 8.38% ഇടിവുണ്ടായി. ഭാരതി എയർടെൽ 2.32%, ടൈറ്റൻ 2.23%, ഏഷ്യ മോട്ടോഴ്സ് 1.24%, ബജാജ് ഓട്ടോ 0.98%, അപ്പോളോ ഹോസ്പിറ്റൽസ് 0.93%, അൾട്രാസിംകോ 0.91%, ഹീറോ മോട്ടോർകോ 0.85%, M&M 0.84% ആൻഡ് L&T 0.81% കുറവ് എന്ന് വന്നു. നിഫ്റ്റി ഈ വർഷത്തെ നിഫ്റ്റി നോക്കിയാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,603 ക്ലോസ് ചെയ്തപ്പോൾ 0.59% ലോസാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ഈ വീക്കിലെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,361 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 23,739 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 23,696 ക്ലോസ് ചെയ്തു, തേഴ്സ്ഡേ 23,603 ക്ലോസ് ചെയ്തു. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,334 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,495 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ ആൻഡ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് മാത്രമേ ഗ്രീനിൽ വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 23,298 ക്ലോസ് ചെയ്തപ്പോൾ 218 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT ഇന്ന് 132 പോയിൻറ്റ്സ് ഉയർന്ന് 43,020 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6283 ക്ലോസ് ചെയ്തപ്പോൾ 46 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,660 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 140 പോയിൻറ്റ്സ് ഉയർന്ന് 22,009 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG ഇന്ന് 55,841 ക്ലോസ് ചെയ്തപ്പോൾ 541 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 63 പോയിൻറ്റ് ഇടിഞ്ഞിട്ട് 8363 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 916 പോയിൻറ്റ്സ് 916 ക്ലോസ് ചെയ്തപ്പോൾ 20 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ ഇന്ന് 12 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 1,638 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി ഇന്ന് 285 പോയിൻറ്റ്സ് ഇടിഞ്ഞപ്പോൾ 33,059 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് 67 പോയിൻറ്റ് ഇടിഞ്ഞ് 8,249 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 15 പോയിൻറ്റ്സ് ഇന്ന് കൂടിയിട്ട് 14,173 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 40 പോയിൻറ്റ് ഇടിഞ്ഞ് 10,594 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ട് ഡീറ്റെയിൽസ് തന്നെ കാണുന്നത്. അബോട്ടിൻ്റെ 16% പ്രോഫിറ്റ് കാണിച്ചു. അരവിന്ദ് ഫാഷൻസ് 47 കോടിയുടെ പ്രോഫിറ്റ് കാണിച്ചു. ദിശ ഇന്ത്യ 100% പ്രോഫിറ്റ് കാണിച്ചു. എവറഡി 55% പ്രോഫിറ്റ് കാണിച്ചു. എക്സി ക്യാപിറ്റൽ സിസ്റ്റം 90% വലിയ ലോസാണ് കാണിച്ചിരിക്കുന്നത്. GE വെർണോവ 189% പ്രോഫിറ്റ് കാണിച്ചു. ഗുജറാത്ത് ഗ്യാസിന് ഫ്ലാറ്റായിട്ടൊരു റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം. HD ഇൻഫ്രാ എഞ്ചിനീയറിംഗ് 12% പ്രോഫിറ്റ് കാണിച്ചു. കൺസായി നെരോലാക് 341% പ്രോഫിറ്റ് കാണിച്ചു. ലെമൺ ട്രീ 76% പ്രോഫിറ്റ് കാണിച്ചു. നവനീത് എഡ്യൂക്കേഷൻ 8% പ്രോഫിറ്റ് കാണിച്ചു. റെഡിങ്ടൺ 16% പ്രോഫിറ്റ് കാണിച്ചു. റിലയൻസ് പവർ 42 ക്രോർസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചു. സജിലിറ്റി ഇന്ത്യ 200% പ്രോഫിറ്റാണ് കാണിച്ചത്.
സ്കിപ്പർ 77% പ്രോഫിറ്റ് കാണിച്ചു. സോളാർ ഇൻഡസ്ട്രീസ് 55% പ്രോഫിറ്റ് കാണിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ട് വന്നപ്പോൾ 84% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് കാണിച്ചത്. സുല വൈനേഴ്സ് 35% ലോസാണ് കാണിച്ചിരിക്കുന്നത്. സ്വിഗ്ഗിക്കും 800 ക്രോസിൻ്റെ ലോസാണ് ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത്. ട്രെൻഡ് 34% പ്രോഫിറ്റ് കാണിച്ചു. ഉഗർ ഷുഗർ വർക്ക്സ് 4 ക്രോസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചു. VRL ലോജിസ്റ്റിക്സ് 354% പ്രോഫിറ്റ് കാണിച്ചു. സിൻക ലോജിസ്റ്റിക്സ് 48 ക്രോസിൻ്റെ ലോസാണ് കാണിച്ചത്. ഇനി നാളെ വരാനിരിക്കുന്ന Q3 റിസൾട്ട് കലണ്ടറാണ്. അക്സോ നോബൽ ഇന്ത്യ, ചോളമണ്ഡലം ഫിനാൻഷ്യൽ, ഡീലിങ്ക് ഇന്ത്യ, ഡ്രെഡ്ജിംഗ് കോർപ്പറേഷൻ, എക്സൽ ഇൻഡസ്ട്രീസ്, ഗോൾഡിയൻ ഇൻഡസ്ട്രീസ് ഇൻ്റർനാഷണൽ, ഹണിവെൽ ഓട്ടോമേഷൻ, ലേറ്റൻ വ്യൂ അനലിറ്റിക്സ് ലിമിറ്റഡ് എന്നിവയുടെ റിസൾട്ടാണ് നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ അവർലി ആവറേജ് ഏർണിംഗ് ഡേറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഡേറ്റ നാളെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ RBI നിന്ന് നാളെ വരുന്നുണ്ട്. വളരെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഇവൻ്റാണിത്. ഇന്ത്യ പൊതുവെയുള്ള പ്രതീക്ഷ ഒരു 25 ബേസിസ് പോയിൻ്റെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ബൈ.